സുനിത വില്യംസ് ലോകത്തിന് അത്ഭുതമാണ് എങ്കിൽ ഇന്ത്യക്ക് അഭിമാനം കൂടിയാണ്. എന്നാൽ സുനിതയെ സംബന്ധിച്ച് ബഹിരാകാശത്ത് ലോകം മുഴുവൻ ഒരുപോലെയാണ് എങ്കിലും ഇന്ത്യയോടുള്ള സുനിതയുടെ സ്നേഹത്തിന് ഒരിത്തിരി മധുരം കൂടും എന്ന് തന്നെ മനസ്സിലാക്കണം. തന്റെ അച്ഛന്റെ മാതൃരാജ്യം എന്ന പ്രത്യേകത ഇന്ത്യ അത്ഭുതകരമാണ് എന്ന സുനിതയുടെ വാക്കുകളിലൂടെ പുറത്തുവരികയാണ്. ബഹിരാകാശത്ത് നിന്നുള്ള ഹിമാലയത്തിന്റെ അതിമനോഹരമായ കാഴ്ച വിവരിച്ചുകൊണ്ട് സുനിതയുടെ വാക്കുകൾ ഇങ്ങനെ: ഹിമാലയത്തിന് മുകളിലൂടെ പോകുമ്പോഴെല്ലാം ബുച്ച് ഫിൽമോർ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ എടുത്തു. അത് അതിശയകരമായിരുന്നു. തന്റെ നീണ്ടകാലത്തെ ബഹിരാകാശ ജീവിതത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും അവർ പറയുന്ന വാക്കുകൾ ആവേശത്തോടെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള സുനിതയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലെ വൈവിധ്യമാർന്ന നിറങ്ങൾ അത്ഭുതപ്പെടുത്തിയതായി സുനിത വില്യംസ് പറഞ്ഞു. ഗുജറാത്തിലെ തീരപ്രദേശത്തെ മത്സ്യബന്ധന കപ്പലുകളുടെ കാഴ്ചയും അവർ എടുത്തു പറഞ്ഞു. രാത്രിയിലെ നഗരങ്ങളിലെ വെളിച്ചങ്ങൾ വളരെ ആകർഷണീയമായി തോന്നി എന്നും സുനിത വില്യംസ്. ഭ്രമണപഥത്തിൽ നിന്ന് ദൃശ്യമാകുന്ന സമ്പന്നമായ നിറങ്ങൾ പ്രത്യേകിച്ച് ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും കാഴ്ച ഇതാ വരുന്നു എന്നതിന്റെ ഒരു സൂചന നൽകുന്നു എന്നാണ് സുനിതയുടെ വാക്കുകൾ. താൻ ആരോഗ്യം വീണ്ടെടുത്തു എന്ന് ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിയ സുനിത വില്യംസ് പറയുന്നു. കഴിഞ്ഞ ദിവസം 4 മൈൽ ഓടി. ഇപ്പോഴും പൊതുജനം തങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ നൽകുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് സുനിതയുടെ വാക്കുകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിൽക്കുമ്പോൾ ഭൂമിയെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. തന്റെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഭൂമിയിലെ വിവാദങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ചതേയില്ല എന്നും സുനിത പറയുന്നു. ദൗത്യങ്ങൾ തുടരുന്നതിനാൽ തിരിച്ചുവരവിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് കുടുംബത്തെയും അരുമ മൃഗങ്ങളെയും കാണാനായിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഡ്രാഗൺ പേടകത്തിലെ ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നവർക്ക് നന്ദിയുണ്ട് എന്നും സ്റ്റാർലൈനർ മികച്ച പേടകമാണെന്നും അവർ പറഞ്ഞു. സ്റ്റാർലൈനർ പ്രതിസന്ധിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് സഹയാത്രികൻ ബുച്ച് ഫിൽമോർ പറഞ്ഞു. പേടകത്തിന്റെ കമാൻഡർ എന്ന നിലയ്ക്ക് തനിക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ ദൗത്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനിയുള്ള ദൗത്യങ്ങളിൽ ശ്രദ്ധിക്കണം. നിലയത്തിൽ കുടുങ്ങി എന്ന പ്രചരണം ഇരുവരും തള്ളുകയും ചെയ്തു. അതേസമയം അച്ഛന്റെ മാതൃരാജ്യവുമായി വീണ്ടും ഒന്നിക്കുന്നതിൽ തനിക്ക് ആവേശമുണ്ട് എന്നും ബഹിരാകാശ പരിവേഷണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെക്കുറിച്ചുള്ള ആവേശവും വില്യംസ് പ്രകടിപ്പിച്ചു. എന്റെ പിതാവിന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആക്സിയം മിഷനുമായി ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ബഹിരാകാശത്തേക്ക് പോകുന്നതിൽ എനിക്ക് ആവേശമുണ്ട്. സ്വകാര്യ ബഹിരാകാശ സംരംഭങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ പരാമർശിച്ചുകൊണ്ട് സുനിത പറഞ്ഞു. ഇന്ത്യ മഹത്തായ രാജ്യമെന്നും അത്ഭുതകരമായ ജനാധിപത്യമെന്നും സുനിത പ്രശംസിച്ചു. തന്റെ പിതാവിന്റെ നാട്ടിലെത്താനും ആളുകളെ കാണാനും ISRO ബഹിരാകാശ യാത്രികരെ കണ്ട് സംസാരിക്കാനും തനിക്ക് ഏറെ താല്പര്യമുണ്ട് എന്നും സുനിത വില്യംസ് പറയുന്നു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തന്നെ ഏറെ ആകർഷിച്ചതെന്ന് സുനിത പറയുന്നു. അത് വളരെ വ്യക്തമായി കാണാനാകുമെന്നും അത് മനോഹരമാണെന്നും സുനിത പറയുന്നു. സ്പേസിൽ നിന്ന് ഹിമാലയത്തെ കാണുന്നത് വിശ്വസിക്കാനാവാത്തൊരു കാഴ്ചയാണ്. തങ്ങൾ നിരവധി ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ജനസാന്ദ്രമായ നഗരങ്ങളിൽ രാത്രി തെളിയുന്ന വെളിച്ചങ്ങളും കടലുകളും തന്നെ ഇന്ത്യയോട് കൂടുതൽ അടുപ്പിച്ചുവെന്നും സുനിത. നാസ നടത്തിയ വിശദമായ വാർത്താ സമ്മേളനത്തിലാണ് സുനിത വില്യംസ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി തങ്ങളെ ഭൂമിയിൽ എത്തിച്ചതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കിനും സുനിത വില്യംസും ബുച്ച് ഫിൽമോറും നന്ദി അറിയിച്ചു. എന്തായാലും തന്റെ അച്ഛന്റെ മാതൃരാജ്യം എന്ന സ്നേഹം സുനിതയ്ക്ക് ഇന്ത്യയോടുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ കാഴ്ചകൾ കാണാൻ സുനിത കാണിച്ച ആ ഒരു താല്പര്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇത്രയധികം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് സുനിത എന്നറിയുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, അല്ലേ? ന്യൂസ് ഡെസ്ക് കർമാനസ്.